Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് ക്രിയേഷൻ ഡോഗ്ലു. ഇത് താങ്കളാണ് ഉണ്ടാക്കിയത്? മൈസെൽഫ് നിക്കോളാസ്. ജെറ്റ് പോലെയാണ് എന്റെ കണ്ടുപിടുത്തം. നിക്കോളാസ് സാർ, ഇത് ഗ്ലൂ ആണ്. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ഇത് ഡോഗ് ഹൗസ് ആണ്, അതുകൊണ്ട് ഇത് ഡോഗ്ലു ആണ്. എന്താണ് പ്രത്യേകത ഉള്ളത്? അകത്തേക്ക് പോകുന്ന എൻട്രി മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ഇഗ്ലൂനെ പോലെ തന്നെയുണ്ട്. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേണ്ട, താങ്ക് യു. അയ്യോ, പറയുന്നത് കേക്ക്. പിന്നെ ഇതാണ് എന്റെ ബെസ്റ്റ് ഇൻവെൻഷൻ, ഹൈടെക് വെൽ പ്രൊട്ടക്റ്റഡ് കേജ്. നമ്മുടെ വീട്ടിലുള്ള പക്ഷികൾക്ക് വേണ്ടിയാണിത്. അടിപൊളി കേജ് ആണല്ലോ. ന്യൂജൻ കേജ് ആണ്. ഇത് കാണാനും സൂപ്പർ ആണ്. നിക്കോളാസ് കേജ്. ഇതിൽ ടി.വി. ഉണ്ട്, AC ഉണ്ട്. ഈ കേജിനകത്ത് AC എങ്ങനെ വർക്ക് ചെയ്യുന്നത്? റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. AC ഓൺ ആവുന്നതിനോടൊപ്പം ഇതിനെ ഒരു ഓട്ടോമാറ്റിക് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യും. ഈ ബ്ലാക്ക് റിമോട്ട് കേജിനെ സൗണ്ട് പ്രൂഫ് ചെയ്യും. ടിവിയും കട്ടിലും ഒക്കെ ലക്സറീസ് ആണ്. നിങ്ങളുടെ പ്രൈവസിക്ക് പൂർണ്ണ ഗ്യാരണ്ടി. ഈ കേജ് എനിക്ക് ഉറപ്പായും വേണം. ഇതിനകത്ത് ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങും. സംശയമുണ്ടോ? ഇയാളുടെ പ്രോഡക്റ്റ് ശരിയാവില്ല പോപ്പട്ടെ, അത് വേണ്ട. പറ്റില്ല, എനിക്കും സ്വന്തമായ ഒരു വീട് വേണം. ഇനി അങ്ങോട്ട് സ്വസ്ഥമായി എനിക്കൊന്ന് ജീവിക്കണം. സംശയമുണ്ടോ? അതിന് നീ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്, പിന്നെ ഇതിൽ കയറാൻ എപ്പോ സമയം കിട്ടാനാ? എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ മൂടുള്ളപ്പോഴൊക്കെ പോവും. മാത്രമല്ല, ഈ കേജ് എടുത്തു കഴിഞ്ഞാൽ 2 ടിവിയും കാണാമല്ലോ. ഇഷ്ടമുള്ള ഷോ കാണുകയും ചെയ്യാം. റിമോട്ടിന് വേണ്ടിയുള്ള വഴക്കം ഉണ്ടാവില്ല. ചെറിയ AC ഉണ്ട്. കറണ്ടിന്റെ ഉപയോഗമാണെങ്കിൽ കുറഞ്ഞും കിട്ടും. സംശയമുണ്ടോ? പോപ്പട്ടെ, അത് വേണ്ട. എനിക്ക് ഈ കേജ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഒരു അടി അനങ്ങില്ല. സംശയമുണ്ടോ? ഇവൻ ഇത്രയും വാശി പിടിക്കുന്ന സ്ഥിതിക്ക് ഇതങ്ങ് വാങ്ങിയേക്കാം. ഓക്കെ, മാനുവലിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും എഴുതിയിട്ടുണ്ട്. കൗണ്ടറിൽ പണമടച്ച് കേജ് എടുത്തോണ്ട് പൊയ്ക്കോളൂ. ഇങ്ങനെ ഒരു കേജ് വേറെ ഒരു പക്ഷിയുടെ അടുത്തും കാണില്ല. സംശയമുണ്ടോ? ഇനി എനിക്കിതില് സമാധാനത്തോടെ കഴിയാൻ സാധിക്കും. സംശയമുണ്ടോ? ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. സംശയമുണ്ടോ? നിനക്ക് ഇത്രയും സംശയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ ഈ കേജ് വാങ്ങിച്ചത്? നീ കഴുതയാണ്. സംശയമുണ്ടോ? ഇല്ല, ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കും പോപ്പട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സംശയമുണ്ടോ? ആഹാ. ശബ്ദം ഒന്ന് കുറയ്ക്കേ. ശബ്ദം കുറയ്ക്കുന്ന എന്തിനാ? ഞാൻ ഇതിനെ അങ്ങ് സൗണ്ട് പ്രൂഫ് ആക്കിയേക്കാം. പിന്നെ പ്രശ്നമില്ലല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനി എനിക്ക് ഇതിനകത്ത് സമാധാനത്തോടെ കഴിയാം. കൂടാതെ ടിവിയും കാണാൻ പറ്റും. സംശയമുണ്ടോ? അയ്യോ, ഇതെന്താ ഈ സംഭവിക്കുന്നത്? അയ്യോ, വാതില് ലോക്കായി. ബണ്ണി, വാതില് പുറത്തു തുറക്ക്. അയ്യോ, ഇത് AC ആണോ ഹീറ്റർ ആണോ? ആ വാതിലും തുറക്കോ. പോപ്പട്ടെ, നീ എന്താണ് പറയുന്നത്? ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. ലിപ് മൂവ്മെന്റ് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. അവന് തുള്ളൽ പനി പിടിക്കുമെന്ന് അവൻ പറയുന്നത്. മുട്ട പോലെ പുഴുങ്ങി പോടാ ഞാൻ. മുട്ടയോ? മനസ്സിലായി. അവനിപ്പോ മുട്ട പുഴുങ്ങിയത് വേണമെന്നാ പറയുന്നേ. ഒരു മിനിറ്റ് ഹണി, പോപ്പട്ടിനെ കേജ് ഇത് പുറത്തിറക്കണം. ഞാൻ മാനുവൽ ഒന്ന് നോക്കിട്ട് വരാം. ബണ്ണി, വേണ്ട, നിക്ക്. ഞാൻ തന്നെ തുറക്കാൻ നോക്കാം. സംശയമുണ്ടോ? 2ൽ കൂടുതൽ സിസ്റ്റം യൂസ് ചെയ്താൽ വാതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവുന്നതാണ്. അയ്യോ, ഇതൊന്ന് തുറക്കോ. അകത്ത് ഭയങ്കര ചൂടാണ്. കൊള്ളാലോ, സൗണ്ട് പ്രൂഫ് സിസ്റ്റം കേടായി. വാതിൽ ഇപ്പോഴും തുറക്കാൻ പറ്റിയിട്ടില്ല. താക്കോലുണ്ടാക്കുന്ന ആരടുത്തെങ്കിലും നമുക്ക് പോകാം, അതാണ് നല്ലത്. വരൂ. അയ്യോ, ടിവിയിൽ കോമഡി ഷോ കണ്ടപ്പോ ഞാൻ ചിരിച്ചു. പോപ്പറ്റെ, നിന്റെ കേജ് പൊളിച്ചു. അടികൈ. കൈയല്ല അടിക്കേണ്ടത്, ഈ ലോക്കിലാ അടിക്കേണ്ടത്. പോപ്പട്ടി കേജിനകത്ത് ലോക്കായിരിക്കാണ്. ഇത്രയുള്ള കാര്യം. എന്റെ പിള്ളേരെ, പച്ചക്കറി കേടാവാതെ ഇരുന്നോളും. സോപ്പിന്റെ വെള്ളം വീണ് തെന്നി ലോക്ക് തന്നെ താനെ തുറന്നോളും. അടികൈ.
അയ്യോ നിർത്ത് നിർത്ത്. ഇതിപ്പോ ചൂട് കൊണ്ടല്ല, പല കാരണം എനിക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുന്നത്. Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. കൊറോണ കഴിഞ്ഞ് ഒമിക്രോൺ കയറി വന്നല്ലോ. ഈ പോപ്പറ്റിന്റെ കേജ് ആളെ പിടിച്ച് തള്ളുവാണല്ലോ. ഇത് ഹൈടെക് കേജ് ആണ്. ഇത് അങ്ങനെ ഒന്നും തുറക്കാൻ പറ്റില്ല. വാ, നമുക്ക് താക്കോൽ ഉണ്ടാക്കുന്നിടത്ത് പോകാം. ഇത്രയും ഭക്ഷണോ? മനുഷ്യ അധ്വാനിക്കുന്ന എന്തിനാ? കഴിക്കാൻ വേണ്ടി. ചേട്ടാ, ഈ കേജ് ഒന്ന് തുറക്കണം. ലഞ്ച് ടൈം. മനുഷ്യ അധ്വാനിക്കുന്ന എന്തിനാ? കഴിക്കാൻ വേണ്ടി. കൂട്ടുകാരെ, ഈ മാനുവലിൽ നിക്കോളാസിന്റെ നമ്പർ ഉണ്ട്. കോൾ ചെയ്തിട്ട് ഈ കേജ് എങ്ങനെയാ തുറക്കേണ്ടതെന്ന് ചോദിക്കേ. ഹലോ, ഹായ്, വെൽക്കം ടു മൈ ഷോപ്പ്. നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കുന്നത് സ്മാർട്ട് അല്ല, സ്മാർട്ടസ്റ്റ് ടിവി. ഇതിൽ ഇന്റർനെറ്റും ഉണ്ട്, വൈഫൈയും ഉണ്ട്. ഇതുവരെ ഇല്ലാത്ത ചാനൽ വരെ ഈ ടിവിയിൽ കാണിക്കും. ഏതോ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് കോള് പോയത്. ടി വി വിൽക്കുന്ന പരസ്യം കേട്ടത്. എന്താ വാങ്ങിക്കണോ? അത് ഈ ഫോണൊന്ന് വെക്ക്. ചേട്ടാ ഒന്ന് വേഗമാകട്ടെ, ഈ കേജ് ചൂടാകുന്നുണ്ട്. ഭക്ഷണമാണെങ്കിൽ തണുത്തോണ്ടിരിക്കുക. എന്റെ പൊന്നളിയാ, നീ ആ നിക്കോളാസിനെ പെട്ടെന്ന് വിളിക്കേ. കുറച്ച് പാടാണ്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഹലോ, ആ കേജിന്റെ ലോക്കിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. ഏതൊക്കെ ഇപ്പൊ പഴയതല്ലേ? പുതിയ ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, നല്ലതല്ലേ? സോറി, റോങ് നമ്പർ. ഇവിടെ അങ്ങനെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ എടാ ഒന്ന് നിർത്ത്. ഞാൻ ചതഞ്ഞറിഞ്ഞു പോവും. സംശയമുണ്ടോ? നിക്ക്, ഇതൊട്ട് ശരിയാകും തോന്നുന്നില്ല. നീ ആ നിക്കോളായി വിളിക്ക്. കിട്ടിയില്ല. വിളിച്ചതാണെങ്കിൽ റോങ് നമ്പർ ആയിരുന്നു. ഒരു മെഡിക്കൽ സ്റ്റോറുകാരനാ. അയാൾ ടാബ്ലറ്റ് വേണമെന്നാ ചോദിച്ചേ. ഇത് എനിക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. വാ, എക്സിബിഷൻ സെന്ററിൽ നിന്നും നമുക്ക് നിക്കോളാസിന്റെ അഡ്രസ് വാങ്ങിക്കാം. അഡ്രസ് ഇത് തന്നെയാ, പക്ഷെ വീട് കൂട്ടിയിരിക്കുക. വാച്ച്മാനെ, വാച്ച്മാനെ. ആരും തന്നെ ഒരു മറുപടിയും പറയുന്നില്ല. എന്നാ പിന്നെ ഞാൻ മറുപടി പറയട്ടെ. നീ മറുപടി പറഞ്ഞു കഴിഞ്ഞാ വാതിലെന്താ തുറന്നു വരുവോ? നിനക്ക് മറുപടിയാണോ വേണ്ടത്, അല്ലെങ്കിൽ വാതിൽ തുറന്നു കിട്ടണോ? ഇതിന്റെ വാതിൽ എങ്ങനെയെങ്കിലും തുറന്നു കിട്ടണം. കാരണം എന്നാ പിന്നെ ഡോർബെൽ അടിച്ചൂടെ കഴുതകളെ? ഇയാളെ കുട്ടികൾ സ്ഥിരമായിട്ട് ഡോർബെൽ അടിച്ച് ശല്യപ്പെടുത്താറുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഡോറിന്റെ ബെല്ല് പോലും എന്താ പുറത്താ വെച്ചിരിക്കുന്നേ. ഈ ഗേറ്റ് ചാടിക്കിടന്ന് പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്യണേ. എനിക്ക് ഇനിയും ചൂട് സഹിക്കാൻ വയ്യ. എന്താ സംശയമുണ്ടോ? ഈ വാതിൽ എങ്ങനെയാ തുറക്കുന്നത്? എങ്ങനെയെങ്കിലും ഇതൊന്ന് തുറക്കണം മരങ്ങുടന്മാരെ. എന്റെ പോപ്പട്ടെ, നീ പറയുന്നത് കേട്ട ഇത് ഗോലിബാബയുടെ കഥയിലെ വാതിലാന്ന് തോന്നും. തുറക്കു സിംസ് എന്ന് പറഞ്ഞാലേ ഇതൊന്നും തുറക്കില്ല. തുറക്കൂ സിം സിം. നിങ്ങളെങ്ങനെ അകത്ത് വന്നത്? വാതിലൂടെ. റൈറ്റ് ആയാലും റോങ് ആയാലും, അതായത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എന്താ വേണ്ടത്? സർ, ഈ കേസ് തുറക്കുന്നില്ല, ലോക്കായിരിക്കുകയാണ്. റിമോട്ടിലെ എല്ലാ സ്വിച്ചുകളും ഒരേ സമയം ഉപയോഗിച്ച് കാണും. മാനുവൽ വായിച്ചു നോക്കി കാണില്ല. അയ്യോ ഞാൻ മറന്നുപോയി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റി പോയെന്ന് പറഞ്ഞല്ലോ. ഈ ലോക്ക് എന്തായാലും ഒന്ന് തുറന്നതാ. ഈസിയാണ്. പുറകിലത്തെ 4 സ്ക്രൂ അഴിക്കൂ. ക്യാബ് ലെഫ്റ്റിലേക്ക് തിരിക്ക്. കേജ് മുകളിൽ നിന്ന് അമർത്ത്. തുറന്നു വരും. എന്നാ വേഗം തുറക്ക്. പുതിയൊരു പ്രൊഡക്റ്റ് കാണിക്കാം. ഇതാണ് എന്റെ സ്പാനർ. നടുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലെയർ ആയിട്ടും ഉപയോഗിക്കാം. എന്താ വാങ്ങുന്നോ? നിങ്ങൾ ആദ്യം കേജ് ഒന്ന് തുറക്ക്.
ഇതിൽ 12 സ്ക്രൂ ഉണ്ടല്ലോ. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. 12 എണ്ണം ഉണ്ടാവാം, പക്ഷേ 4 എണ്ണം അയച്ചാൽ മതി. ഏത് 4 എണ്ണമാണ് അഴിക്കേണ്ടത്? ഏതെങ്കിലും 4 എണ്ണം അഴിക്ക്. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് എങ്ങനെ അഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആകും. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ, എടോ, ഞാൻ രാവിലെ കുളിച്ചതാ, പിന്നെ എന്തിനാ എന്നെ കുളിപ്പിക്കുന്നേ? സോറി, ഇത് ഫയർ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ചെയ്യുന്നതിന്റെ ആയിരുന്നു. കേജിൽ തീ പിടിച്ചാലുള്ള സുരക്ഷയ്ക്കാ. സോറി. വേഗം ഇതൊന്ന് നിർത്താൻ നോക്ക്. വാതിലിൽ കൂടെ പുറത്തിറക്ക്. ഈ കുഴികളിൽ കൂടി അല്ല. സംശയമുണ്ടോ? റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുഴിയിലൂടെ അല്ല പുറത്തെടുക്കുന്നത്. കൂടുതൽ സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ബാക്കിംഗ് സിസ്റ്റം ഓൺ ആകും. ബണ്ണി, ഈ കേജിൽ അകപ്പെട്ട് പോയതിനേക്കാളും പേടി ഇയാളിപ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോഴാ. സംശയമുണ്ടോ? അയ്യോ, സാറിന് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ലെഫ്റ്റിലുള്ള എല്ലാ സ്ക്രൂവും ഏതോ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ട്രൈ ചെയ്യേണ്ടത് റൈറ്റിലെ സ്ക്രൂ ആണ്. മാനുവൽ എന്റെ കയ്യിത്താ, ഞാനത് വായിച്ചിട്ട് പറഞ്ഞുതരാം. റൈറ്റിലാണ്. റൈറ്റിലുള്ള 4 സ്ക്രൂവാ അഴിക്കേണ്ടത്. സംശയമുണ്ടോ? ചിലപ്പോ നീ പറഞ്ഞ പോലെ റൈറ്റ് ആയിരിക്കും, പക്ഷെ അത് റോങ്ങും ആയിരിക്കും. വീണ്ടും വായിക്കേ. അത് തന്നെ എഴുതിയിരിക്കുന്നേ. വെരി ഗുഡ്. ഇനി ഫ്ലാപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്ക്. ആ, അടിച്ചു പൊളച്ചു തിമിർത്തു. ഇനി കേജിന് മുകളിൽ നിന്ന് അമർത്ത്. കണ്ടില്ലേ, തുറന്നു. ഈ രീതിയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനകത്തോട്ട് കേറിയാലല്ലേ ഇതിനകത്ത് കുടുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഈ കേജ് എനിക്ക് വേണ്ട. അപ്പൊ ഇനി സമാധാനം കിട്ടാൻ നീ എവിടെ പോയിരിക്കും പാപ്പട്ടെ? നിന്റെ സ്പേസിന്റെ അവസ്ഥ എന്താകും? കൂട്ടുകാരെ, എന്റെ സ്പേസ് നിങ്ങളുടെയൊക്കെ നടുക്കാണ്. എന്റെ സുരക്ഷിതത്വം കൂട്ടുകാരുടെ കൂടെ തന്നെയാണ്. സമാധാനത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കേജിനകത്ത് കഴിയേണ്ടി വന്നേനെ. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ എന്താ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ. വൈകിയാണെങ്കിലും അല്പം ബുദ്ധി ഉദിച്ചല്ലോ.